ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 150 ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വായനാ ദിനം എന്ന്. ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനം? ഉത്തരം PN പണിക്കർ. ആദ്യമായി കേരളത്തിൽ വായനാ ദിനം ആചരിച്ചത് എന്ന്? ഉത്തരം 1996 ജൂൺ 19. PN പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്ത്? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ പൂർണ്ണനാമം എന്ത്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര്? ഉത്തരം ചെറുശ്ശേരി. മലയാള ഭാഷയുടെ പിതാവ് ആര്? ഉത്തരം എഴുത്തച്ഛൻ. ഏത് വായനശാല ആരംഭിച്ചാണ് PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം സനാതന ധർമ്മം. PN പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എപ്പോൾ? ഉത്തരം 2004 ജൂൺ 19. PN പണിക്കർ ജനിച്ചത് എവിടെ? ഉത്തരം നീലമ്പേരൂർ. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഉത്തരം ബാലാമണി അമ്മ. 1995 ബാലാമണി അമ്മയ്ക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ആര്? ഉത്തരം ഹരിവംശ് റായ് ബച്ചൻ. 1991. KK ബിർള ഫൗണ്ടേഷന്റെ 2012 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം സുഗതകുമാരി. സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് 2012 സരസ്വതി സമ്മാനം ലഭിച്ചത്? ഉത്തരം മണലെഴുത്ത്. എത്ര മലയാളികൾക്ക് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുണ്ട്? ഉത്തരം 3 പേർക്ക്. മകരക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിന്റെ കർത്താവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അവകാശികൾ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം MK മേനോൻ. നീർമാതളം പൂത്തകാലം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം മാധവിക്കുട്ടി. ആരാച്ചാർ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം KR മീര. കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആര്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉമാകേരളം മഹാകാവ്യം, മണിമഞ്ജുഷ, കർണഭൂഷണം, പിങ്കള, ചിത്രശാല എന്നീ കൃതികളുടെ കർത്താവ് ആര്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. എന്റെ ഗുരുനാഥൻ, ചിത്രയോഗം, അച്ഛനും മകളും ശിഷ്യനും മകനും, മഗ്ദലന മറിയം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ബധിരവിലാപം, ചിത്രയോഗം, കൊച്ചുസീത എന്നീ കൃതികളുടെ കർത്താവ് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വീണപൂവ്, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി, കരുണ, ദുരവസ്ഥ, പ്രരോദനം എന്നീ കൃതികളുടെ കർത്താവ് ആര്? ഉത്തരം കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന കവി ആര്? ഉത്തരം കുമാരനാശാൻ. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. പ്രേമലേഖനം, ബാല്യകാലസഖി, ഇന്റുപ്പാക്കൊരാനയുണ്ടാർന്ന്, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ എന്നീ കൃതികളുടെ കർത്താവ് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെ മകളും സാമൂഹിക പ്രവർത്തകയുമായ കവിയത്രി ആര്? ഉത്തരം സുഗതകുമാരി. മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, രാത്രിമഴ, അമ്പലമണി, സൈലന്റ് വാലി, പാവം മാനവഹൃദയം, കുറിഞ്ഞിപ്പൂക്കൾ എന്നീ കൃതികളുടെ കർത്താവ് ആര്? ഉത്തരം സുഗതകുമാരി. എന്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം SK പൊറ്റക്കാട്. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ബലൂണുകൾ, കയർ എന്നീ കൃതികൾ രചിച്ചത് ആര്? ഉത്തരം തകഴി. കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാസൂര്യന്റെ നാട്ടിൽ, നൈൽ ഡയറി, ബാലിദ്വീപ്, സിംഹഭൂമി എന്നീ യാത്രാവിവരണങ്ങൾ രചിച്ചത് ആര്? ഉത്തരം SK പൊറ്റക്കാട്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഉത്തരം VT ഭട്ടത്തിരിപ്പാട്. നാലുകെട്ട്, മഞ്ഞ്, കാലം, അസുരവിത്ത്, രണ്ടാമൂഴം, വിലാപയാത്ര എന്നീ നോവലുകൾ എഴുതിയത് ആര്? ഉത്തരം MT വാസുദേവൻ നായർ.
1962 തലശ്ശേരിയിൽ നിന്നും സുകുമാർ അഴീക്കോടിനെ 66,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹിത്യകാരൻ ആര്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. എം ടി വാസുദേവൻ നായർ NP മുഹമ്മദുമായി ചേർന്നെഴുതിയ നോവൽ ഏത്? ഉത്തരം അറബിപ്പൊന്ന്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം ഏത്? ഉത്തരം 1993. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര? ഉത്തരം 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? ഉത്തരം സക്കറിയ. മറന്നുവച്ച വസ്തുക്കൾ എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം സച്ചിദാനന്ദൻ. മുത്തശ്ശി എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം N ബാലാമണിയമ്മ. ഭൂമിഗീതങ്ങൾ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് എപ്പോൾ? ഉത്തരം 1991. വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര? ഉത്തരം 1,11,111. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? ഉത്തരം പാല നാരായണൻ നായർ. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആര്? ഉത്തരം ലളിതാംബിക അന്തർജനം. വയലാർ അവാർഡ് ലഭിച്ച ആദ്യ കൃതി ഏത്? ഉത്തരം അഗ്നിസാക്ഷി. വയലാർ അവാർഡ് ലഭിച്ച PK ബാലകൃഷ്ണന്റെ കൃതി ഏത്? ഉത്തരം ഇനി ഞാൻ ഉറങ്ങട്ടെ. 2020 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം ഏഴാച്ചേരി രാമചന്ദ്രൻ. 2020 വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത്? ഉത്തരം ഒരു വെർജീനിയൻ വെയിൽക്കാലം. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? ഉത്തരം KP കേശവമേനോൻ. കുട്ടിയടത്തി, ഇരുട്ടിന്റെ ആത്മാവ്, വാരിക്കുഴി, സ്വർഗം തുറക്കുന്ന സമയം, ഓപ്പോൾ, വാനപ്രസ്ഥം എന്നീ കഥകൾ രചിച്ചത് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. പ്രൊഫസർ, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിധിച്ച വിത്ത് എന്നീ നോവലുകൾ രചിച്ചത് ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഒഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യ രചന ഏത്? ഉത്തരം ചിന്താ മാധുരി. 1928 പ്രസിദ്ധീകരിച്ച മുണ്ടശ്ശേരിയുടെ ചിന്താമാധുരി എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയത് ആര്? ഉത്തരം വള്ളത്തോൾ. തിരനോട്ടം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം രാമൻകുട്ടി നായർ. ഓർമ്മകളുടെ ലോകത്തിൽ ആരുടെ ആത്മകഥയാണ്? ഉത്തരം P കേശവദേവ്. P കേശവദേവിന്റെ ആദ്യ നോവൽ ഏത്? ഉത്തരം ഓടയിൽ നിന്ന്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ P കേശവദേവിന്റെ കൃതി ഏത്? ഉത്തരം അയൽക്കാർ. അന്നത്തെ നാടകം, നിയമത്തിന്റെ മറവിൽ, അവൻ വലിയ ഉദ്യോഗസ്ഥന, പങ്കൻപിള്ളയുടെ കഥ എന്നീ ചെറുകഥകൾ രചിച്ചത് ആര്? ഉത്തരം P കേശവദേവ്. കഥകളിയുടെ ആദ്യ രൂപം എന്ത്? ഉത്തരം രാമനാട്ടം. വരരുചിയുടെ പത്നി ആര്? ഉത്തരം പഞ്ചമി. ബീർബലിന്റെ യഥാർത്ഥ നാമം എന്ത്? ഉത്തരം മഹേഷ് ദാസ്. അനുകമ്പ ദശകം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ശ്രീ നാരായണ ഗുരു. വള്ളത്തോളിന്റെ മഹാകാവ്യം ഏത്? ഉത്തരം ചിത്രയോഗം. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബാലോദ്യാനം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പൻ. യാത്രാസ്മരണകൾ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം കല്യാണിക്കുട്ടി അമ്മ. പുഷ്പവാടി എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം കുമാരനാശാൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം NS മാധവൻ. 2024 വയലാർ അവാർഡ് ജേതാവ് ആര്? ഉത്തരം അശോകൻ ചരുവിൽ.
2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം SK വസന്തൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം P വത്സല. 2023 വയലാർ അവാർഡ് ജേതാവ് ആര്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. 2022 വയലാർ അവാർഡ് ജേതാവ് ആര്? ഉത്തരം S ഹരീഷ്. 2021 വയലാർ അവാർഡ് ജേതാവ് ആര്? ഉത്തരം ബെന്യാമിൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവ് ആര്? ഉത്തരം അപ്പു നെടുങ്ങാടി. ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഉത്തരം O ചന്തുമേനോൻ. ചന്തുമേനോന്റെ അപൂർണ നോവൽ ഏത്? ഉത്തരം ശാരദ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കർത്താവ് ആര്? ഉത്തരം CV രാമൻപിള്ള. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ പറമ്പിൽ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത്? ഉത്തരം വാസന വികൃതി. ആദ്യ മലയാള പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച വർഷം ഏത്? ഉത്തരം 2013. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം AR രാജരാജവർമ്മ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം അംഷി നാരായണപിള്ള. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശൂർ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉന്നത പുരസ്കാരം ഏത്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം MK മേനോൻ. നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ രചിച്ചത് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. ഇന്ത്യയിൽ സാഹിത്യത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആര്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ഇനി അടുത്തതായി കുറച്ച് പ്രധാനപ്പെട്ട കൃതികളും അവയുടെ രചയിതാക്കളുമാണ്. നോവലുകൾ: ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ. രണ്ടാമൂഴം MT വാസുദേവൻ നായർ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ M മുകുന്ദൻ. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവം ശ്രീധരൻ. എൻ്റെ കഥ കമല സുരയ്യ. ധാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീർ. നാലുകെട്ട് MT വാസുദേവൻ നായർ. മഞ്ജു MT വാസുദേവൻ നായർ. ചെറുകഥ പരിണയം M മുകുന്ദൻ. തോന്യാക്ഷരങ്ങൾ മാധവിക്കുട്ടി. വജ്രജൂബിലി ഉറൂബ്. അഗ്നി SK പൊറ്റക്കാട്. കോട്ടയം OV വിജയൻ. ന്റുപ്പാപ്പാക്കൊരാനേണ്ടർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ. ശബ്ദങ്ങൾ തകഴി ശിവശങ്കര പിള്ള. കാമുകൻ MT വാസുദേവൻ നായർ. വിശ്വരൂപം ഉറൂബ്. മുതല CV രാമൻപിള്ള. അടുത്തതായി കുറച്ച് കവിതകൾ. നീലക്കുയിൽ G ശങ്കരക്കുറുപ്പ്. രമണൻ ചങ്ങമ്പുഴ. കൃഷ്ണഗാഥ ചെറുശ്ശേരി. വീണപൂവ് കുമാരനാശാൻ. കുരുക്ഷേത്രം പൂന്താനം. മാമ്പഴം വൈലോപ്പിള്ളി. പദമുദ്ര ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കാത്തിരിപ്പ് കടമനിട്ട. കണ്ണുനീർത്തുള്ളി V മധുസൂദനൻ നായർ. പഴശ്ശിരാജ ONV കുറുപ്പ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. മറക്കാതെ ചോദ്യങ്ങൾ ഒന്നുകൂടെ പഠിക്കുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ വിജയാശംസകൾ.